ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് LIS മുമ്പുള്ള കാര്യങ്ങളായിരുന്നു അല്ലെ. LIS അല്ലെങ്കിൽ LIMS കേൾക്കാലോ അല്ലെ. ഗുഡ് മോർണിംഗ്. യെസ് മിസ്. നമുക്കറിയാം രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം. EHR തൊട്ട് പറയണമായിരുന്നു. HR പറയാനുണ്ടോ? ട്രഡീഷണൽ വേ ഓഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് പേപ്പർ ബേസ്ഡ് ആയിരുന്നു. പേപ്പറിൽ ലൂസ് ഷീറ്റിൽ ചെയ്തിട്ട് അതൊരു ഫയലിനകത്തേക്ക് വെക്കുന്നതായിരുന്നു കൺവെൻഷണൽ മെത്തേഡ്. പഴയ രീതിയിലുള്ള ഒരു മെത്തേഡ് അതായിരുന്നു. അതിന് കുറേ മാനുവൽ എറേഴ്സ് വരും. കാരണം എഴുതുന്ന കാര്യങ്ങൾ, ഡോക്ടർ എഴുതുന്ന കാര്യങ്ങൾ ഫാർമസിയിലുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുക, ഡോക്ടറുടെ അസിസ്റ്റന്റ് മനസ്സിലാകാതിരിക്കുക, അങ്ങനെ കുറെ ഡീമറിങ്സ് അതിനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സിസ്റ്റത്തിലേക്ക് മാറ്റിയപ്പോൾ റെക്കോർഡ്സും സിസ്റ്റത്തിലേക്ക് മാറ്റി. അതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പേഷ്യന്റിന്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം ഫൈൻഡിങ്സ് ഉണ്ടോ അതെല്ലാം EHR ഉണ്ടാവും. ഹെൽത്ത് കെയർ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് പോകും. ഓരോ ദിവസത്തെ പ്രോഗ്രസും കാര്യങ്ങളും എല്ലാം, എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്തു, മെഡിക്കൽ റിസൾട്ട്, പിന്നെ പേഷ്യന്റ് എന്തെങ്കിലും അലർജി ഉള്ളതാണോ, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ലാബിൽ ചെയ്ത ടെസ്റ്റുകൾ, സ്കാൻ ചെയ്ത റിപ്പോർട്ട്സ്, ഓരോ പ്രാവശ്യം വരുമ്പോൾ പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ് എടുക്കുന്നത്, ഹൈറ്റ് സെയിം ആയിരിക്കും, വെയിറ്റ്, പിന്നെ പൾസ്, പിന്നെ പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള വൈറ്റൽ സയൻസ് എടുക്കുന്നത്, വൈറ്റൽ മെഷർമെന്റ്സ് എല്ലാം അതിലുണ്ടായിരിക്കും. പിന്നെ ഏജ്, ഓരോ വർഷം കഴിയുന്നതോറും ഏജ് എല്ലാം അപ്ഡേറ്റഡ് ആകും. അത് പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല, അത് അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. വെയിറ്റിലാണ് വ്യത്യാസം വരിക. പിന്നെ ബില്ലിംഗ് ഇൻഫർമേഷൻ, പേഷ്യന്റ് എടുക്കുന്ന ഓരോ ട്രീറ്റ്മെന്റിനും വരുന്ന എമൗണ്ടിന്റെ ബില്ലിംഗ് ഇൻഫർമേഷനും ഇതിൽ കാണും. നെക്സ്റ്റ്, പേഷ്യന്റിന് കൊടുക്കുന്ന കെയറിന്റെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞിരുന്നു. പേഷ്യന്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? ടൈം കൺസപ്ഷൻ കുറയും. എല്ലാം പേപ്പർ വർക്ക് ആയിരുന്നതെല്ലാം സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ടൈം കൺസപ്ഷൻ കുറയും. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് കൂടുതൽ സമയം പേഷ്യന്റിന് ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് പറയുന്നത് അതൊക്കെയുള്ളൂ. ഇതിൽ നിന്നുള്ള ഡേറ്റ, പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ പേഷ്യന്റ് കാണാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ നെക്സ്റ്റ് ടൈം ആ പേഷ്യന്റ് ആകുമ്പോൾ ഡോക്ടർ റെഡി ആയിരിക്കും ആ പേഷ്യന്റ് റെക്കോർഡുമായിട്ട് നിൽക്കാനായിട്ട്. പേഷ്യന്റ് വന്നതിന് ശേഷം പേപ്പേഴ്സ് പരിശോധിക്കുന്നതിന്റെ ആവശ്യം വരില്ല. ഡോക്ടർക്ക് ഡേറ്റ് ബൈ ഡേറ്റ്, ഇപ്പൊ ഒരു ഡേറ്റിൽ ഒരു ലാബ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് കൊടുക്കുമ്പോഴേക്കും ആ ഡേറ്റിൽ നടത്തിയ എല്ലാ ഫൈൻഡിങ്സും അതില് ഉണ്ടായിരിക്കും. അതേസമയം പേപ്പർ ആകുമ്പോൾ എന്താ, ഡോക്ടർ ഇങ്ങനെ അത് ക്രോണോളജിക്കൽ ഓർഡറിൽ വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ചില പേപ്പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, മിസ്സായിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കറക്റ്റ് ഒരു ക്ലാരിറ്റി, കറക്റ്റ് ഒരു പിക്ചർ ഡോക്ടർക്ക് കിട്ടില്ല. അങ്ങനെ എറേഴ്സ് വരാം, മിസ്റീഡിങ് വരാം. അങ്ങനെ പ്രോബ്ലംസ് എല്ലാം പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സിന് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. പേപ്പർ ആകുമ്പോൾ ആരും എടുത്തുകൊണ്ട് പോവില്ല. സിസ്റ്റം ആകുമ്പോൾ അതിന് ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമാണ് ആ സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് യൂസർ നെയിമും പാസ്വേഡും എല്ലാം വെച്ചിട്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുള്ളതായിരിക്കാം. പിന്നെ എഴുതുന്നത് പുവർലി റീഡബിൾ ആയിരിക്കും. പലപ്പോഴും മെഡിക്കൽ എറേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പ്രിന്റഡ് ഫോംസ്, പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഉണ്ടായിരിക്കും. ഡേറ്റ് ബൈ ഡേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ എറേഴ്സ് കുറയുന്നു. അതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഡേറ്റ കളക്ഷനും എളുപ്പമാണ്, പിന്നെ എൻട്രി ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ക്ലിനിക്കൽ ഡിസിഷൻ അതിന് ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ലെസർ കോംപ്ലിക്കേഷനും അങ്ങനെയൊക്കെ വരുമ്പോൾ പേഷ്യന്റിന്റെ ഹെൽത്തിന്റെ ഇംപ്രൂവ്മെന്റ് ആയിരിക്കും. മോർട്ടാലിറ്റി റേറ്റ് കുറയും. ലോവർ കേസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മരണ നിരക്ക്
അത് കുറയും. കാരണം പലപ്പോഴും മിസ്റീഡിങ് എറേഴ്സ് എല്ലാം കൊണ്ട് കറക്റ്റ് ആയ ട്രീറ്റ്മെന്റ് പേഷ്യന്റിന് കറക്റ്റ് സമയത്ത് കിട്ടാതെ വന്ന് പലപ്പോഴും ഡെത്ത് സംഭവിക്കാറുണ്ട്. അതെല്ലാം ഡെത്ത് റേറ്റ് ഒക്കെ കുറയും. പേഷ്യന്റിനും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഫേവറബിൾ തന്നെയാണ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. പിന്നെ ചില സമയത്ത് ഇത് ഈ സിസ്റ്റമാണ്, മെഡിക്കൽ കോഡിംഗ് ഒരു പരിപാടി ഉണ്ടല്ലോ, സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില എറേഴ്സ് സംഭവിക്കാം. അത് മൈനർ ആയിട്ടുള്ള എറേഴ്സ് ആണ്. അങ്ങനെയുള്ളത് മാത്രമാണ് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലെല്ലാം സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് LIS പോവാലോ. LIS അല്ലെങ്കിൽ LIMS അല്ലെങ്കിൽ LMS മൂന്ന് രീതിയിൽ ഇത് പറയാം. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ് സിസ്റ്റം, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം മൂന്നും പറയാം. ലാബിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അത് കംപ്ലീറ്റ് ഡേറ്റാസ് ഈ ഒരു സിസ്റ്റത്തിലായിരിക്കും. ഇതെല്ലാം നമുക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കമ്പണന്റ് ആണ്. അതിന് കുറെ ഹാൻഡ്സ് ഉണ്ടെങ്കിൽ അതൊരു ഹാൻഡ് തന്നെ പറയും. അപ്പൊ അങ്ങനെ അത് ലാബിലെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ലാബിലെ സ്റ്റോക്ക് അതും അതിലുണ്ടായിരിക്കും. ലാബിലേക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ്, സപ്ലൈസ്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. ഇതൊരു സിസ്റ്റം ആണെങ്കിൽ സാമ്പിൾ വരും. ഒരു പേഷ്യന്റ് ഇപ്പൊ ബ്ലഡ് സാമ്പിൾ ആണെന്ന് വിചാരിക്കാം, ബ്ലഡ് സാമ്പിൾ കൊടുക്കും. ആ ബ്ലഡ് സാമ്പിളിൽ എന്തെല്ലാം ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് ഓൾറെഡി ഡോക്ടറുടെ ഒരു ഓതന്റിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്ന ടെസ്റ്റുകൾ ആ ബ്ലഡിൽ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ജോലി ആർക്കാണോ അസൈൻ ചെയ്യേണ്ടത് അത് അസൈൻ ചെയ്യും. അസൈൻ ചെയ്തിട്ട് അത് ജോബ് അസൈൻ ചെയ്യുന്നു. ജോബ് അസൈൻ ചെയ്തതിനു ശേഷം ചില ടെസ്റ്റുകൾ ലാബിൽ തന്നെ ചെയ്യാൻ പറ്റും. ചിലത് അവർക്ക് വേറെ കുറച്ചുകൂടെ ഫെസിലിറ്റി ഉള്ള ലാബിലേക്ക് അയക്കേണ്ടതായിട്ട് വരും. അതിനനുസരിച്ച് അവർ ജോബ് അസൈൻ ചെയ്ത് അത് ട്രാക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യണം റിസൾട്ട്. നമ്മൾ ചെന്ന് ചോദിക്കും, കൊടുക്കുമ്പോ തന്നെ നമ്മൾ ചിലപ്പോൾ ചോദിക്കാം, പറയാൻ ചിലപ്പോൾ 4 hours എടുക്കും, അല്ലെങ്കിൽ 1 day, പിറ്റേ ദിവസം ഇതേ സമയത്ത് വരാനായിട്ടൊക്കെ പറയും. അപ്പൊ അങ്ങനെ പിന്നെ ട്രാക്കിംഗ് പ്രോഗ്രസ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്നു, ആ ഡേറ്റ എൻട്രി ചെയ്യുന്നു, ആ ഡേറ്റയുടെ വാലിഡേഷൻ, അതിന്റെ ഓതന്റിക്കേഷൻ, കറക്ഷൻ ഒക്കെ നോക്കുന്നു. എന്നിട്ട് റിസൾട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ റെഡി ആയിരിക്കുന്ന റിസൾട്ട് ഡോക്ടറുടെ സിസ്റ്റത്തിലേക്ക് കിട്ടും. അതാണ് ഔട്ടിൽ വരുന്നത്. നമുക്ക് പിന്നെ വേണമെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ടും അവർ അയച്ചു വരും. ഹാർഡ് കോപ്പി പ്രിന്റ് വേണമെങ്കിൽ ഹാർഡ് കോപ്പി പ്രിന്റ് നമുക്ക് കിട്ടും, പേഷ്യൻസിന് കിട്ടും. ഇതാണ് LISലെ വർക്കിംഗ്. നോർമലി ഉള്ള വർക്കിംഗ് ഇതാണ്. സംടൈംസ് അവിടെ തന്നെ ടെസ്റ്റ് നടത്തും, സംടൈംസ് പുറത്തേക്ക് സാമ്പിൾസ് അയക്കും. പുറത്തേക്ക് സാമ്പിൾസ് അയക്കുമ്പോൾ അവരത് ട്രാക്ക് ചെയ്യും. പിന്നെ അല്ല അതിനുള്ളിൽ തന്നെ ആണെങ്കിലും ചെയ്യുന്ന ആള് അപ്പൊ അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് വന്നതിന്റെ റിസൾട്ട് എന്തായിന്ന് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ, സൂപ്പർവൈസേഴ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരത് ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് കിട്ടുന്ന ഡേറ്റ സെൻഡ് ചെയ്യുന്നു. ഡേറ്റ അത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. പിന്നെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഔട്ട് ചെയ്യുന്നു റിസൾട്ട്. ലബോറട്ടറി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കും. അതിനകത്തൊരു പേപ്പർ, ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ഡിഫറെന്റ് ആയിരിക്കാം. ഇപ്പം ടെസ്റ്റ് റിസൾട്ട് വന്ന ഒരു വ്യക്തിയുടെ പേര്, അയാളുടെ ID നമ്പർ, അയാളുടെ ഏജ്, അയാളുടെ സെക്സ്, മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള വിവരങ്ങൾ, അയാളുടെ ടെസ്റ്റുകൾ നടത്തിയത് ഏതൊക്കെയാണ്, അതിന്റെ ഫൈൻഡിങ്സ് എന്താണ്, നോർമൽ വാല്യൂ എന്താണ്. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കും കിട്ടാറില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇവർക്ക് കുറെ മെനു ഉണ്ടായിരിക്കും ഇതിന്. അപ്പം മെനുവില് പേഷ്യൻസിന്റെ ഒരു ഇൻഡെക്സ് ഉണ്ടാകും. പേഷ്യന്റിന്റെ പേര് കൊടുക്കും, ഫോൺ നമ്പർ കൊടുക്കും. ആ പേഷ്യന്റിന്റെ മാത്രമുള്ള ഷീറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സജഷൻസിനോ അങ്ങനെ എന്തെങ്കിലും മെനു ഉണ്ടായിരിക്കും. അത് റിസൾട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ബേസിക്കലി എല്ലാവരും യൂസ് ചെയ്യുന്ന LIS അല്ലെങ്കിൽ LMS എന്നുള്ളത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ഓരോ ഹോസ്പിറ്റലുകളും അവരുടെ രീതി അനുസരിച്ച് സോഫ്റ്റ്വെയർ അനുസരിച്ച് ചെറിയ ചെറിയ
വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ പ്രിന്റ് എടുക്കേണ്ട ഫോർമാറ്റിലേക്ക് അത് മാറും. നമുക്ക് ലാബിന്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സ്കാൻ ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും MRI സ്കാൻ, CT സ്കാൻ, അങ്ങനെയുള്ള സ്കാൻ ഒക്കെ ചെയ്യുന്നത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം RIS കോർ സിസ്റ്റം ആണ്. ഇലക്ട്രോണിക് ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ശരിക്കും പിക്ചർ ആണ് എടുക്കുന്നത് അല്ലെ. മറ്റേ ലാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമ്പിൾ കൊടുക്കുന്നു, അവിടെ പേഷ്യന്റിന്റെ വേറെ ഇന്റേണൽ ഓർഗൻസിന്റെ പിക്ചറോ അങ്ങനെയൊന്നും വരുന്നില്ല. അവിടെ ടെസ്റ്റുകൾ കൊടുക്കുന്ന ഫ്ലൂയിഡിന്റെ ടെസ്റ്റ് നടത്തും. അപ്പം ഇവിടെയാണെങ്കിൽ അതിന്റെ ഒരു ഇമേജ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എനിക്കിപ്പോ ഒരു സ്കാനിങ് ഡോക്ടർ എഴുതി തന്നു, ഞാൻ അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും അവർ നമുക്കൊരു ടൈം സ്ലോട്ട് തരും. മേ ബി അത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ 2 days കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ പേഷ്യന്റിന്റെ ഷെഡ്യൂളിങ്, അവർക്ക് അവിടെയുള്ള റിസോഴ്സ് അവൈലബിൾ ആയിട്ട് ഡോക്ടർ അവൈലബിൾ ആവുന്ന ടൈം, ചിലപ്പോൾ വന്നു പോകുന്ന ചില വിസിറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ ടൈം ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ആ റിസോഴ്സിന്റെ മാനേജ്മെന്റ് നോക്കുക, പിന്നെ അത് ടെസ്റ്റ് നടത്തുക, പിന്നെ അത് ട്രാക്ക് ചെയ്യുക, പിന്നെ റിപ്പോർട്ട് ചെയ്യുക, റിസൾട്ട് ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മളെ വിളിച്ചു പറയും, റിപ്പോർട്ട് ചെയ്യും, റിസൾട്ട് ആയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വന്ന് ഡോക്ടറെ കാണും. പിന്നെ അതിന്റെ ബില്ലിങ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഹാൻഡ് ആണ് RIS എന്ന് പറയുന്നത്. മെയിൻ ഒരു കമ്പണന്റ് തന്നെയാണ്. PACS പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആൻഡ് ഇസ് ക്രൂഷ്യൽ ടു എഫിഷ്യന്റ് വർക്ക് ഫ്ലോ. അപ്പൊ ശരിക്കും റേഡിയോളജി പ്രാക്ടീസിന്റെ വർക്ക് ഫ്ലോയ്ക്ക് വളരെ ക്രൂഷ്യൽ ആണ് ഇത്. ശരിക്കും ഇവിടെ ഇമേജ് പ്രോസസ്സിംഗ് ആണ് നടത്തുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ. ഇതാണ് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹാൻഡ്, ഒരു കമ്പണന്റ് ആണ് RIS എന്ന് പറയുന്നത്. നമുക്ക് DICOM മൊഡാലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. DICOM എന്തായിരുന്നു പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ഡിജിറ്റൽ ഇമേജിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻ. കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻ. അതെന്താണ് ശരിക്കും? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? അതായത് ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അതിപ്പോ കാർഡിയോളജി ആണെങ്കിലും ഡെന്റിസ്ട്രി ആണെങ്കിലും റേഡിയോ തെറാപ്പി ആണെങ്കിലും പിന്നെ ഡെർമറ്റോളജി, ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഇവർ പറയുന്നത്. അതാണ് ഈ DICOM മൊഡാലിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കും നമ്മുടെ പല്ലിന്റെ ആ ഒരു ഭാഗത്തെ ഒരു ഇമേജ് ആണ് എടുക്കുന്നത്. അപ്പൊ അതിന് ആ ഡെന്റിസ്ട്രിക്ക് അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അവിടെ നമ്മൾ MRI സ്കാൻ എടുക്കുന്ന ഒരു MRI സ്കാൻ, CT സ്കാൻ എടുക്കുന്ന ഭാഗം, MRIയും CT സ്കാനും ഒക്കെ എടുക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ബോഡി, നമ്മുടെ തലയുടെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ ഒരു ബെഡ് പോലെ ഉണ്ടായിട്ട് അതിന് ഓരോന്നിനും അവർക്ക് ഓരോ പിക്ചേഴ്സും ഉണ്ടായിരിക്കും. ഓരോ പിക്ചർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ പിക്ചർ ഉണ്ടായിരിക്കും. പിന്നെ ഈ ഇമേജ് എടുക്കുന്നതിന് ഒരു വർക്കിംഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ പല്ലിന്റെ ഇവിടുത്തെ ഒരു ഇമേജ് ആണ്, അകത്തെ ഒരു ഇമേജ് ആണ് എടുക്കുന്നത്. ഗവൺമെന്റ് ഒരു ഇമേജ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനോരോ വർക്കിംഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ചെയ്യുമ്പോൾ അതിനനുസരിച്ചായിരിക്കും. പിന്നെ നമ്മളല്ലാതെ അബ്ഡോമൻ സൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമ്മളോട് പറയില്ലേ, അതിലൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ വെള്ളം നിറയെ കുടിക്കണം, യൂറിൻ പാസ് ചെയ്യാതെ വരണം എന്നൊക്കെ പറഞ്ഞു പറയില്ലേ. പിന്നെ ഫാസ്റ്റിങ്ങിന് ഭക്ഷണം കഴിക്കാതെ വരണം, അങ്ങനെ ഓരോ വർക്കിംഗ് ലിസ്റ്റ് ഉണ്ടാവും ഓരോ പ്രൊസീജിയറിന്. അതാണ് ഈ DICOM മൊഡാലിറ്റീസിൽ വരുന്നത്. അതിനനുസരിച്ച് ഓരോ പ്രോസസ് അനുസരിച്ച് അവരെ ആ സ്കാനിങ് എന്താണോ ചെയ്യേണ്ടത്, ആ ഇമേജ് പ്രോസസ്സിങ് എന്താണോ ചെയ്യേണ്ടത് അവിടേക്ക് വിടും. പിന്നെ ആ ചെയ്യുന്നത് ഇവിടെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യും. ഇവിടെ ചെയ്യുന്ന യൂണിറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളത് ചെയ്യും. പിന്നെ അത് ഇവിടെ തന്നെ ഇവിടെയും സ്റ്റോർ ചെയ്യും, ഇങ്ങോട്ട് സെൻഡ് ചെയ്യുകയും ചെയ്യും. ഇവിടെ റിസപ്ഷൻ പോലുള്ള ഭാഗമായിരിക്കും. അവിടെയായിരിക്കും നമ്മൾ ആദ്യം അഡ്മിഷൻ എടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ റിസൾട്ട് റെഡി ആകുമ്പോഴും നമ്മൾ 4th യൂണിറ്റിലായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലായിരിക്കും. ഒരു സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക, കംപ്ലീറ്റ് ഈ സ്ക്രീനിൽ അവർ എൻട്രി ചെയ്യുന്ന കാണാം, ടൈപ്പ് ചെയ്ത് എൻട്രി ചെയ്യുന്ന കാണാം അല്ലെ, കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിൽ വേണ്ടുന്ന കാര്യങ്ങൾ. ഇമേജ് മാത്രമല്ല, അതിന്റെ ഒബ്സർവേഷൻ എല്ലാം ഒരു റിട്ടേൺ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇങ്ങനെ കുറെയൊക്കെ ഇങ്ങനെ കുറെ മെഡിക്കൽ ടേംസ് ആയിരിക്കും, പക്ഷെ ലാസ്റ്റ് ഒരു
സെന്റൻസ് ഒരു പാരഗ്രാഫ് ഉണ്ടാവും, ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് അവര് നമുക്ക് അതിപ്പോ കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിയിൽ അത് എഴുതി വെക്കും. റിപ്പോർട്ടിംഗ് ഒബ്സർവേഷൻ എപ്പോഴും സ്കാൻ ചെയ്യാൻ നമ്മൾ കിടക്കുന്ന ബെഡിന്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടാവും. അവിടെ ഒരു സ്റ്റാഫ് ഇരുന്ന് ഡോക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് അവിടെ ടൈപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു സെക്ഷനാണ്. ഓൾമോസ്റ്റ് ഇതാണ് ഇതിനകത്ത് RIS നടക്കുന്നത്. ബേസിക് ഫീച്ചേഴ്സ് ഒരു സ്കാനിങ്ങിന് പോയിട്ടുള്ളവർക്ക് എന്തായാലും അറിയാനായിട്ട് പറ്റും. പേഷ്യന്റ് രജിസ്ട്രേഷൻ നടക്കുന്നു, പേഷ്യന്റ് ടൈം സ്ലോട്ട് കൊടുക്കുന്നു, ഷെഡ്യൂൾ. ഒരു ദിവസം ചിലപ്പോൾ ഒരു 5 പേരുടെ കാണുമായിരിക്കും. ആ പേഷ്യന്റ് ലിസ്റ്റ് മാനേജ് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് വന്ന ആൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ള രീതിയിൽ. പിന്നെ എന്താണോ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ അതിനനുസരിച്ച് ഒരു വർക്ക് ലിസ്റ്റ് കൊടുക്കും. നമ്മൾ ആ മോളിൽ കണ്ട പിക്ചർ ഇത് ചെയ്ത പോലെ തന്നെ. പിന്നെ ആ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സ്റ്റാഫിനും അതിനനുസരിച്ച് അവർക്ക് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓരോരുത്തർക്കും ഏത് വർക്കാന്നുള്ളത്. പിന്നെ ഡോക്യുമെന്റ് റെഡിയാക്കി വെക്കും, കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കും. പിന്നെ റിസൾട്ട് എൻട്രി ചെയ്യും. ഡോക്ടറുടെ ഒബ്സർവേഷൻസും എല്ലാം കൂടെ ചേർത്തിട്ട് റിസൾട്ട് എൻട്രി ചെയ്യും. പിന്നെ റിപ്പോർട്ട് ചെയ്യും. വോയിസ് റെക്കഗ്നേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മളന്ന് പറഞ്ഞതിന്റെ വോയിസ് റെക്കഗ്നേഷൻ മെത്തേഡ് പലതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു? അലക്സ, സിരി എല്ലാം വോയിസ് റെക്കഗ്നേഷൻ മെത്തേഡ് ആയിരുന്നു. പിന്നെ പ്രിന്റ് ചെയ്തെടുക്കാം, PDF ആയിട്ട് വേണം, സോ പ്രിന്റ് ചെയ്തെടുക്കാം. അങ്ങനെ റിസൾട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം ഡോക്ടറുടെ സൈഡിലേക്ക്, ക്ലിനിക്കൽ സൈഡിലേക്ക് ഇമെയിൽ ചെയ്തോ അല്ലാതെ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാവുന്ന രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. പേഷ്യന്റിനെ ഇൻഫോം ചെയ്യാം, റിസൾട്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറയാം, പേഷ്യന്റ് അതിന്റെ ഡോക്യുമെന്റ്സ് കൊടുക്കാം. അങ്ങനെ കാര്യങ്ങളെല്ലാം അതനുസരിച്ച്. ഇതെല്ലാമാണ് RIS നടക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് CPOE, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി അല്ലെ, CPOE. കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം സിസ്റ്റത്തിലൊക്കെ തന്നെയായിരിക്കും. ടൈം സേവ് ചെയ്യുന്നു, ഒരു ബെനിഫിറ്റ് ടൈം സേവ് ചെയ്യുന്നു. ആക്യുറസി കൂടുതലാകും, എറർ ഉണ്ടാകുന്നത് കുറയുന്നു. മാനുവൽ ഡേറ്റ എൻട്രി മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ആ എറേഴ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യും. പേഷ്യന്റിന്റെ സേഫ്റ്റി, അങ്ങനെ എറേഴ്സ് ഉണ്ടാകാതിരിക്കുമ്പോൾ പേഷ്യന്റിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് തന്നെ കിട്ടും. പേഷ്യന്റിന്റെ സേഫ്റ്റി ഇൻക്രീസ് ആകും. മെഡിക്കേഷൻ എറേഴ്സ് കുറയുന്നു. മെഡിസിൻസ് ഡോക്ടർ എഴുതുമ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് വായിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയില്ല. ആ മെഡിക്കേഷന്റെ എറേഴ്സ് കുറയുന്നു. ഗ്രേറ്റർ വിസിബിലിറ്റി, പേഷ്യന്റിന്റെ ഡേറ്റ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഒന്നും ഹാൻഡ് റിട്ടൺ അല്ല, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ബെറ്റർ കെയർ കോർഡിനേഷൻ ആണ്. പിന്നെ സർട്ടൺ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സർട്ടൺ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഈ CPOE എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. CPOE ഈസ് എ ഡാഷ് ടെക്നോളജി ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റണം ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി. ഹോസ്പിറ്റലുകളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നു. മെഡിക്കേഷൻ എറേഴ്സ് ഇപ്പൊ സാധാരണ ഒരു ഡോക്ടർ ഒരു ക്ലിനിക്ക് ഇടുവാൻ വെച്ചു, അവിടെയും ഇപ്പൊ അവരിങ്ങനെ ഒരു രീതി ആക്കി മാറ്റിയിട്ടുണ്ട്. To prevent medication related errors and increase efficiency. എഫിഷ്യൻസി കൂടുന്നു. പിന്നെ കുറെ ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞത്. ഉണ്ടായിരുന്നു, നമ്മൾ എക്സ്ട്രാ നോട്ട് ചെയ്തിട്ട് നമ്മളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം. CPOയെ കുറിച്ചിട്ട് ഈ ഒരു കുറച്ച് പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൻ്റെത് ടൈം സേവ് ചെയ്യുന്നു, ഗ്രേറ്റർ ആക്യുറസി, എറേഴ്സ് കുറയ്ക്കുന്നു, മാനുവൽ എൻട്രി മൂലം ഉണ്ടാകുന്ന എറേഴ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യുന്നു. പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ് അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരുന്നത്. മെഡിക്കേഷൻ എറേഴ്സ് കുറയുന്നു. പേഷ്യന്റ് ഗ്രേറ്റർ വിസിബിലിറ്റി, ബെറ്റർ കെയർ കോർഡിനേഷൻ. സ്റ്റാഫിനെല്ലാം പേഷ്യന്റിന്റെ കെയറിലേക്ക് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സർട്ടൺ സ്റ്റാഫ്
കണക്ഷൻ എന്തോ പോയി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതിന്റെ ബെനിഫിറ്റ്സ് കുറെ, ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്, ബെനിഫിറ്റ്സ് ഒന്ന് ഒരു 4 പോയിന്റ്സ് എങ്കിലും പറയാമോ? സേവ് ടൈം അതല്ല, യെസ്, CPOയുടെ ബെനിഫിറ്റ്സ്. ഗ്രേറ്റർ ആക്യുറസി, മെഡിക്കേഷൻ എറർ, പേഷ്യന്റ് സേഫ്റ്റി ഇൻക്രീസ്, പേഷ്യന്റ് ഡാറ്റ ഗ്രേറ്റർ വിസിബിലിറ്റി, യെസ്, ഇംപ്രൂവ്ഡ് കോംപ്ലിയൻസോ അങ്ങനെ എന്താ പറഞ്ഞ മിസ്? കോംപ്ലിയൻസ് ഇംപ്രൂവ്ഡ് കോംപ്ലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് അക്കോർഡിംഗ് ടു സർട്ടൻ സ്റ്റാൻഡേർഡ്സ്, അതാണ് കോംപ്ലിയൻസ് എന്ന് പറയുന്നത്. സർട്ടൻ സ്റ്റാൻഡേർഡിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത്, അതാണ് കോംപ്ലിയൻസിന്റെ മീനിങ്. ആക്ടിങ് അക്കോർഡിംഗ് ടു സർട്ടൻ സ്റ്റാൻഡേർഡ്സ്. അക്കോർഡൻസാ? അക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് എന്നുള്ളൊരു മീനിങ് ഉള്ളൂ. ആക്ടിങ് അക്കോർഡിംഗ് ടു സർട്ടൻ സ്റ്റാൻഡേർഡ്സ്. പിന്നെ ഇതിനെ ഇത്രയും ബെനിഫിറ്റ്സ് പറഞ്ഞു. നമുക്കൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്, ഇംപ്രൂവ്ഡ് ടെക്നോളജിയാണ്. ഹെൽത്ത് ഇൻഫർമേഷൻ തരുന്ന ഒരു ഇംപ്രൂവ്ഡ് ടെക്നോളജിയാണ്. കോമൺലി ഹോസ്പിറ്റലുകളിൽ ഇപ്പൊ യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഇവൻ ചെറിയ ക്ലിനിക്ക് ഇടുന്ന ഒരു ഡോക്ടർ വരെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് പലയിടത്തും. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കേഷൻ റിലേറ്റഡ് എറേഴ്സ് പ്രിവെന്റ് ചെയ്യുന്നു, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ എഫിഷ്യൻസി, കാരണം പലപ്പോഴും മരുന്ന് തെറ്റിമാറി പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അത് നല്ല പോലെ തന്നെ അതിന്റെ ആ ഒരു റേറ്റ് ഓഫ് എറേഴ്സ് ശരിക്കും താഴേക്ക് തന്നെ പോയിട്ടുണ്ട്. ഒരു പേഷ്യന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും അയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വന്നിരിക്കുക, ട്രീറ്റ്മെന്റ് ചെയ്ത ട്രീറ്റ്മെന്റ് പ്ലാൻ, പ്രോഗ്രസ് നോട്ട്, അങ്ങനെ കാര്യങ്ങൾ, ലാബിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അയാളെ റീഹാബിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും അയാളെ മാറ്റി പാർപ്പിക്കുകയോ ഐസൊലേഷനോ അല്ലെങ്കിൽ അസുഖം മാറിയതിനു ശേഷം റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, പിന്നെ ഡയറ്റ് പ്ലാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, സ്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് ഫിസിയോതെറാപ്പിയോ അങ്ങനെയുള്ള എന്തെങ്കിലും തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അപ്പൊ കംപ്ലീറ്റ് ഡേറ്റാസും ഇങ്ങനെ കിട്ടും. നമുക്കിങ്ങനെ നോക്കുമ്പോഴേക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ ഈസിയാണ്. പേഷ്യന്റിന്റെ നെയിം ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരും. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ വൈറ്റൽസും എടുത്തിരുന്ന ഡേറ്റാസും ഇവിടെ കാണാം. അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് കൊടുത്ത് ഓരോരോ പേജിലെ ഓരോ സെഷനിലായിട്ട് ഇത് ഓരോന്നും കാണാനായിട്ട് പറ്റും. അത് ഓരോ ഹോസ്പിറ്റലിന് അനുസരിച്ച് വ്യത്യാസം വരും. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവുന്നതായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ CPO ഇന്റഗ്രേഷൻസ് ആൻഡ് വർക്ക് ഫ്ലോ, എങ്ങനെയാണ് CPOE, അതായത് ഈ ആ ഒരു ടെക്നോളജി എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് എല്ലാം വരും അല്ലെ, ഫാർമസി, ലാബ്, റേഡിയോളജി സെന്റർ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും വരും. CDSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പാണ്, ഒരു ആപ്ലിക്കേഷൻ ആണ് CDSS എന്ന് പറയുന്നത്. അതായത് ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അതാണ് CDSS. ഒരു ആപ്പാണ് ദാറ്റ് അനലൈസസ് ഡേറ്റ ടു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് മേക്ക് ഡിസിഷൻ ആൻഡ് ഇംപ്രൂവ് പേഷ്യന്റ് കെയർ. അത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവർക്ക് ഡിസിഷൻ എടുക്കാനും പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനും വലിയ ഹോസ്പിറ്റലുകളിൽ കാണാം ഫിസിഷ്യൻ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഫാം ഡി ചെയ്തവര്, ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്നവര്. ഒരു ഡോക്ടർ പറയുന്ന ഏത് മെഡിക്കേഷൻ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഏത് മെഡിക്കേഷൻ കൊടുക്കണം, അപ്പൊ അങ്ങനെ രീതിയിലെല്ലാം ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ടീമായിരിക്കും CDSS വരുന്നത്. വലിയ ഹോസ്പിറ്റലുകളിലാണ് അതിന്റെ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഈ ഫാം ഡി ഒക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പലപ്പോഴും പുറത്തെ ഹോസ്പിറ്റലിലാണ് കൂടുതലും ചാൻസ്. നമ്മുടെ ഇവിടെ വളരെ വിരലിലുണ്ടാവുന്ന ഹോസ്പിറ്റൽ, ഇപ്പൊ ആസ്റ്റർ മെഡിസിറ്റി അങ്ങനെയൊക്കെയുള്ള വലിയ ഹോസ്പിറ്റലുകളില്ലേ, അങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെയാണ് ഈ ഒരു CDSS സിസ്റ്റം കുറെ കൂടി ആക്റ്റീവ്. അല്ലാതെ ഡോക്ടറെ അസിസ്റ്റ് ചെയ്ത് നമുക്കറിയാം മാനുവലി ഒരു അസിസ്റ്റ് ആയിട്ട് ഒരു നഴ്സോ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റോ അങ്ങനെ ആരെങ്കിലും മാറ്റി. അപ്പൊ ആ ഒരു സിസ്റ്റം വഴി ഈ ഹെൽത്ത് കെയർ CPOE സിസ്റ്റം ഈ CDSS സിസ്റ്റത്തിന്റെ സപ്പോർട്ട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. CDSSന്റെ ഫുൾ ഫോം എന്താ മിസ്സേ? ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. C ക്ലിനിക്കൽ, D ഡിസിഷൻ തീരുമാനങ്ങൾ, സപ്പോർട്ട് S
അടുത്ത എസ് സിസ്റ്റം. CPOE നമ്മൾ നേരത്തെ പറഞ്ഞത്. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, അതൊരു ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അതാണ് ഇവിടെ മെയിൻ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് CDSS എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡോക്ടർ ഇരിക്കുവാന്ന് വിചാരിച്ചു. ഡോക്ടർ ഒരു പേഷ്യന്റ് വരുന്നു. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ഇവിടെ നമുക്ക് EHR ഉണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ പേഷ്യന്റിന്റെ ജസ്റ്റ് ബേസിക് ഇൻഫർമേഷൻ ആയിരിക്കും EHR ഉണ്ടാവുക. പേര്, ഏജ്, സെക്സ് ഏതാണോ, മെയിൽ ആണോ ഫീമെയിൽ ആണോ, പിന്നെ വൈറ്റൽസ് ചിലപ്പോൾ എടുക്കും, ഹൈറ്റ്, വെയിറ്റ്, പൾസ്, അല്ലെങ്കിൽ പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത്രയും കാര്യങ്ങളായിരിക്കും ആദ്യം ഫസ്റ്റ് വിസിറ്റിൽ ഉണ്ടാവും. അപ്പൊ അതാണ് ഫസ്റ്റ് വിസിറ്റ് ആണെങ്കിൽ പേഷ്യന്റ് ഇൻഫർമേഷൻ വരുന്നു. പേഷ്യന്റ് ഡോക്ടറെ കാണുന്നു. ഡോക്ടർ പേഷ്യന്റിന്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളോ ഉണ്ടെങ്കിൽ കൊടുക്കുന്നു. പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഫാർമസിയിലേക്ക് പോവാം, മെഡിസിൻസ് ഉണ്ടെങ്കിൽ ഫാർമസിയിലേക്ക് പോവാം, ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ലാബിലേക്ക് പോവാം, സ്കാൻ ആണെങ്കിൽ സ്കാൻ സെന്ററിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു CDSS സിസ്റ്റം ഉണ്ടായിരിക്കും. ഡോക്ടർക്ക് ഈ ഒരു ഡ്രഗിന്റെ കാര്യങ്ങളും മെഡിസിൻസിന്റെ കാര്യങ്ങളും അതിന്റെ ഡോസേജ് എത്ര വേണം, അലർജി ചെക്കിങ്, ആ കാര്യങ്ങളെല്ലാം CDSS സിസ്റ്റത്തിന്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും CPO സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ഇവിടെ നമുക്ക് നമ്മുടെ ഡോക്ടർ എന്ന് വിചാരിക്കാം, ഡോക്ടർ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഡോക്ടറുടെ പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഒരു ഹെൽത്ത് പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഈ ഡോക്ടർക്കും, അതുപോലെ തന്നെ ഡോക്ടർ മാനേജ്മെന്റ് സിസ്റ്റത്തിനും കൊടുത്തിട്ടുണ്ടായിരിക്കും ഹെൽത്ത് പ്ലാൻ. ഇപ്പൊ ടീച്ചേഴ്സ് ടീച്ചിങ് പ്ലാൻ കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണല്ലോ. അപ്പൊ ഡോക്ടർ ഒരു ഹെൽത്ത് പ്ലാൻ കൊടുക്കും, അത് മാനേജ്മെന്റ് എടുന്ന് അവരത് അപ്രൂവ് ചെയ്ത് ഡോക്ടർക്ക് വരും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. പിന്നെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ്, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. പേഷ്യന്റ് റെക്കോർഡ്സ് സൂക്ഷിക്കാനായിട്ട്, പേഷ്യന്റ് ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. ആ പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാവും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമായിരിക്കും ഇത് ഹാൻഡ് ചെയ്യാനായിട്ട് അറിയുള്ളൂ. പിന്നെ ഇതിനകത്ത് ഡേറ്റ ലോസ് ചെയ്യാനും മിസ്മാച്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ ലെസ് ആണ്. പിന്നെ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് അതിനും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. മോണിറ്റർ പേഷ്യൻസ്, പേഷ്യന്റ് അത് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ പേഷ്യന്റിന്റെ ഡേറ്റാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. റെസ്പിറേറ്ററി ശ്വാസം ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ ലെവൽസ് അതിൽ കാണിക്കും. ഹാർട്ടിന്റെ ഇതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ICUയിലൊക്കെ കിടത്തിരിക്കുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് മോണിറ്ററിൽ അവരുടെ എല്ലാ കാര്യങ്ങളും, ഹാർട്ട് ബീറ്റ്സ്, പൾസ്, റെസ്പിറേറ്ററി സിംറ്റംസ് എല്ലാം ഇതിനകത്ത് കാണിക്കും. പിന്നെ ചിലപ്പോൾ ഇത് സ്റ്റോർഡ് ആകും, ഫ്യൂച്ചറിൽ അത് റിസർച്ചിന് വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പലപ്പോഴും ഹോസ്പിറ്റലുകളോട് ചേർന്ന് തന്നെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരിക്കും, അതിൽ റിസർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സും സ്റ്റുഡൻസും ഒക്കെ റിസർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ചില അസുഖങ്ങൾ വരുമ്പോൾ കൊറോണയൊക്കെ വന്ന സമയത്ത് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റേഴ്സ് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുമ്പോൾ അവർക്ക് ആ റിസർച്ച് പർപ്പസിന് വളരെ നല്ലതായിരിക്കും. ഇൻവെന്ററി, ഒരു ഹോസ്പിറ്റലിലേക്ക് കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിന് വേണ്ടുന്ന എല്ലാ ഡേറ്റാസും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ സ്റ്റോക്കിൽ എന്തെങ്കിലും എടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് ആ സ്റ്റോക്ക് നോക്കാനും വെരിഫൈ ചെയ്യാനും എന്തെങ്കിലും വേണമെങ്കിൽ അത് വീണ്ടും ആഡ് ചെയ്യാനുമായിട്ടൊക്കെ പറ്റും. പിന്നെ ഫാർമസിയിലെ മെഡിസിൻസിന്റെ സ്റ്റാറ്റസ്, ഏതെങ്കിലും മെഡിസിൻ കുറയുവാണെങ്കിൽ ആ മെഡിസിൻ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം പലപ്പോഴും ചില മെഡിസിൻസ് ഒക്കെ എപ്പോഴും നെസസറി ആയിട്ട് വരുന്ന കേസസ് ഉണ്ട്. അപ്പൊ അത് ഒക്കെ ഇൻവെന്ററിയിൽ വരുന്നതാണ്, സ്റ്റോർ ചെയ്തേക്കുന്നതാണ് കാണുന്നത്. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഗ്ലൗസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അങ്ങനെ എല്ലാ കാര്യം സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ ഇത് വരും. ഫോർ എക്സാമ്പിൾ കൊളോണോസ്കോപ്പി പോലുള്ളതൊക്കെ ചെയ്യില്ലേ, ആൻജിയോഗ്രാം അങ്ങനെ കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോഴേക്കും ചെറിയൊരു ക്യാമറയും കൂടെ എക്യുപ്മെന്റ് കൂടെ ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ സ്ക്രീനിൽ കീ ഹോൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അവിടെയെല്ലാം
ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിനെല്ലാം നമുക്ക് കമ്പ്യൂട്ടേഴ്സ് മോണിറ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ്, കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ സർജൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഇപ്പം സ്കാനിങ് സെഷനിൽ അവിടെയും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അൾട്രാസോണോഗ്രാഫി, CT സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ ഭാഗങ്ങളിലെല്ലാം കമ്പ്യൂട്ടറിന്റെ യൂസ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചില വലിയ ഹോസ്പിറ്റലുകളിൽ കാണാൻ ഒരു ചാറ്റ് ബോക്സ് ഉണ്ടാകും സിസ്റ്റത്തിൽ. ഇപ്പൊ ഡോക്ടേഴ്സിനോ സ്റ്റാഫിന് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ ആ ചാറ്റ് ബോക്സിന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവര് ഒരു അലർട്ട് ആയിരിക്കും, എപ്പോഴും അത് ലൈവ് ആക്കി വെക്കും. ഇപ്പൊ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ പ്രൊഫഷനുകളുള്ളവർക്കും അവരുടേതായ ഒരു ആപ്പ് ഉണ്ടാവും ഇതുപോലെ മെസ്സേജസ് പാസ് ചെയ്യാനൊക്കെ ആയിട്ട്, പെട്ടെന്ന് ഒരു മീറ്റിംഗ് കോൾ ഫോർ ചെയ്യാനും അങ്ങനെയെല്ലാം വേണ്ടിയിട്ട്. ഇപ്പൊ സൂമില് മീറ്റിംഗ് ചെയ്യാറുണ്ട്, നമ്മൾ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കുന്നു, അതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ചില സർട്ടൺ ഇൻഡസ്ട്രിയിലൊക്കെ അവർക്ക് അവരുടേതായിട്ട് സ്വന്തമായിട്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അതാകുമ്പോൾ കുറച്ചുകൂടെ ഒതന്റിക് ആണ്, വേറെ ആളുകൾ പുറത്തുനിന്നുള്ള ആളുകൾക്ക് കയറാനായിട്ട് പറ്റില്ല, ആക്സസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വരും. പിന്നെ ടെലിമെഡിസിൻ, ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താ പറയാ ഈ പ്രിസ്ക്രൈബ് ചെയ്യാം. ടെലിമെഡിസിൻ ക്രൂഷ്യലാണ് നാച്ചുറൽ കലാമിറ്റീസിലാണ്. എല്ലായിടത്തേക്കും ഡോക്ടേഴ്സിന്റെ സർവീസ് എത്താൻ പറ്റില്ല. ഈ പറയുന്ന പേഷ്യൻസിന് ഡോക്ടർ പിടിക്കുന്നിടത്തേക്ക് എത്താൻ പറ്റാതായിട്ട് വരുമ്പോൾ കമ്പ്യൂട്ടറും സെൽഫോണും ഒക്കെ ആയിരുന്നു ആ സമയത്ത് നാച്ചുറൽ കലാമിറ്റി നടക്കുന്ന സമയത്തെല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട്. കസ്റ്റമർ സർവീസ്, ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ആണ് ഹോസ്പിറ്റലുകളെല്ലാം യൂസ് ചെയ്യുന്നത്. ഈവൻ തുറക്കുന്ന ഡോർ ഉൾപ്പെടെ പലപ്പോഴും ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അത് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കസ്റ്റമറിന് റെഗുലർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനും പേയ്മെന്റ്, ഓരോ ഡിസിഷൻ എടുക്കാനും, കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ, ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ, അതിനെല്ലാം ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇതിനെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഇന്റലിജൻസ് അല്ലേ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം എക്യുപ്മെന്റ്സ്, മെഷീൻസ് എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. AI എന്ന് പറയുന്നത്. പിന്നെ ഓൺലൈൻ പേയ്മെന്റ് നടത്താം. ഓൺലൈൻ പേയ്മെന്റ് പേഷ്യൻസിന് ഹോസ്പിറ്റൽ ബിൽസ് എല്ലാം ഓൺലൈൻ ആയിട്ട് പേ ചെയ്യാം. ഇപ്പൊ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, കെയർ ടേക്കർ മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ ചിലപ്പോൾ ഫോറിൻ കൺട്രീസിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ അറിയാനും പറ്റും, പേയ്മെന്റ്സ് എല്ലാം ചെയ്യാനായിട്ട് എറേഴ്സ് കുറയും. ലെസ് ടൈമിൽ തന്നെ അവിടെ പേയ്മെന്റ് റെഡിയാകും. പിന്നെ എന്താ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നു, എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കുന്നു, പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡേറ്റ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ അതിനകത്ത് സിംറ്റംസും ഡയഗ്നോസിസും മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റ് റിസൾട്ട്സ്, പ്രൊസീജിയേഴ്സ് ആണ് പല കാര്യങ്ങളുണ്ടായിരിക്കും. ഇതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുന്നു. പിന്നെ എന്താണ് ഓരോരുത്തർക്കും ഓരോ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഡെയിലി ടാസ്ക് ഉണ്ടാവും ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ഹെൽത്തിന് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ് താഴെ പറയുന്നത്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഈ ഹോസ്പിറ്റലിലെ കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെ കൺട്രോൾ ചെയ്യുന്ന മാസ്റ്റർ, അതാണ് HIS എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അത് പ്രോസസ് ചെയ്യുന്നു, ആക്യുറേറ്റ് ആയിട്ട് ഡോക്യുമെന്റ് എല്ലാ സെഷനിലേക്കും അതിന്റെ മെയിൻ കമ്പോണൻസ് ഉണ്ടല്ലോ അവിടേക്ക് എല്ലാം കറക്റ്റ് ആണോ നടക്കുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നു. ഓരോ സെഷനിലും ഓരോ സ്റ്റാഫ് ഉണ്ടായിരിക്കും, അവരുമായിട്ട് വർക്ക് ചെയ്യുന്നു. നഴ്സസ് ഉണ്ടാകാം, ഡോക്ടേഴ്സ് ഉണ്ടാകാം. ഈ പേഷ്യന്റ് ഇൻഫർമേഷൻ ആക്യുറസിയും ക്വാളിറ്റിയും കീപ്പ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നു. കോഡ് ഓഫ് കണ്ടക്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിൽ എല്ലാം എൻഷുർ ചെയ്യുന്നു, സെക്യൂർ ചെയ്യുന്നു. പിന്നെ എറർ ഫ്രീ ആയിട്ട്, ബഗ് എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയറിൽ വരുന്ന എററിനെയാണ് ബഗ് എന്ന് പറയുന്നത്. ബഗ് ഫ്രീ സിസ്റ്റം ആക്കി മാറ്റാനായിട്ട് നോക്കുന്നു. അതിനെ സെക്യൂർ ആക്കിയിട്ടും സോഫ്റ്റ്വെയറിലെ ഡേറ്റ സെക്യൂർ ആക്കുന്നു, അതിനകത്ത് എററൊന്നും വരാതെ നോക്കുന്നു. കറക്റ്റ് ആയിട്ട് അതിന്റെ ഓഡിറ്റും കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണോ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കും. പിന്നെ സെൻട്രലും സ്റ്റേറ്റ് ലോസ് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് അഷ്വർ ചെയ്യും. റെഗുലർലി ട്രാക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം റെഗുലർലി ട്രാക്ക് ചെയ്യുന്നു.
ഓഡിറ്റേഴ്സ് വരുമ്പോൾ അവരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നു. ഇൻഷുറൻസ് കമ്പനി ഓഡിറ്റേഴ്സ് എല്ലാം തേർഡ് പാർട്ടികളായിരിക്കും, പുറത്തുനിന്ന് വരുന്നവരായിരിക്കും, ഇവരുടെ സ്റ്റാഫ് അല്ലല്ലോ. അവരുമായിട്ട് കമ്പൈൻ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയി ഒരു കോർപ്പറേഷൻ അവരുമായിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് കോർപ്പറേഷൻ പിന്നെ എല്ലാം ഓർഗനൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്ത് ബെറ്റർ യൂട്ടിലൈസേഷൻ പ്രോസസ് ഇംപ്രൂവ് പ്രോസസ് ആയിരിക്കും. റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, റിസർച്ച് പർപ്പസിന് വേണ്ടി എന്നുള്ളത് ആ രീതിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. കുഴപ്പമില്ല, ഇതൊരു ഈസിയാണ്. കാരണം നോർമലി നമ്മൾ എല്ലാവരും ഇപ്പൊ സിസ്റ്റം യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് വിളിക്കാം. ഹോസ്പിറ്റലിലെ ഓരോ ഭാഗങ്ങളിലും സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ചില കർവ്സ് ഉണ്ട്, അതെല്ലാം ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ആണ്. ലൈക്ക് HIS, HIMS, LIS, LMS, LIMS അപ്പൊ ഒന്ന് തന്നെയാണ്. പിന്നെ PSCS, RIS അതെല്ലാം ഇതിന്റെ കമ്പണൻസ് ആയിട്ട് വരുന്നതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. പിന്നെ ഈ ഒരു ഇതിന്റെ മെത്തേഡ്സിന്റെ ഈ ഒരു മെത്തേഡിന്റെ ബെനിഫിറ്റ്സ് എറർ ഫ്രീ ആയിരിക്കും, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സേഫ്റ്റി എല്ലാം ഇതിനകത്ത് വളരെ ഇംപ്രൂവ്ഡ് ആയിരിക്കും. ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. കാണാമോ ചാപ്റ്റർ 50? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടുന്ന അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കസ്റ്റമർ ഈസ് എ കിങ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ചെറിയൊരു ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്നാലും കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ കസ്റ്റമർ അവിടെ പേഷ്യന്റ് ആണ്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അത് മോണിറ്റർ ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്തിരുന്നു പറഞ്ഞു. ഫീഡ്ബാക്ക് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോം ആയിരിക്കും കൊടുക്കുക ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഫോൺ നമ്പർ ആയി അല്ലെങ്കിൽ ഫോൺ ചെയ്ത ഡേറ്റ കളക്ട് ചെയ്യലായി. പിന്നെ അത് ഹോസ്പിറ്റലിൽ ഒരു സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള സജഷൻസ് ആൻഡ് കംപ്ലൈൻസ് ബോക്സ് ഒക്കെ വയ്ക്കുകയാണ്. ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് അതിന് നമുക്ക് പോസ്റ്റ് ചെയ്യും. അങ്ങനെയുണ്ടാവും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കത് നമ്മുടെ ലൈഫിൽ നമുക്കത് കൊണ്ടുവരാം. നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫാണ് വേണ്ടത്, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ല. കുറേ കാലം കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള ലൈഫ്, 1000 ദിവസം ജീവിക്കുന്നതിനേക്കാളും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും ക്വാളിറ്റിയോട് കൂടി 100 days ജീവിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെ? ക്വാളിറ്റി ഓഫ് ലൈഫ് അതാണ് പേഷ്യന്റിന്റെ ആ ഒരു കൺസെപ്റ്റിലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവർ വിലയിരുത്തുന്നത്. മെഡിക്കലും അതുപോലെ തന്നെ നോൺ മെഡിക്കൽ ആസ്പെക്ട്സ്, ഹെൽത്ത് കെയറിൽ മെഡിക്കൽ ആസ്പെക്ട് ഉണ്ടാകും, നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് ഉണ്ടാകും. നോൺ മെഡിക്കൽ വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ്, നല്ല ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഹൈജീൻ ആയിട്ടുള്ള കണ്ടീഷൻസ് അതെല്ലാം നോൺ മെഡിക്കലിൽ വരും. അങ്ങനെ എല്ലാ ആസ്പെക്ട്സിലും മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ്. എല്ലാ ആസ്പെക്ട്സിലും പേഷ്യന്റിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക, പേഷ്യന്റിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, എക്സ്പെക്ടേഷൻസ് മനസ്സിലാക്കുക. അതെല്ലാം വെച്ചിട്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റിൽ പോകുന്ന ഒരു ടാസ്ക് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങുവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഈ ഹോസ്പിറ്റലിനെ പറ്റി അവര് കാശ് കൊടുത്ത് ഒരു അഡ്വർടൈസ്മെന്റ് നടത്തുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും, അല്ലെ? ആ പേഷ്യന്റ് അതൊരു പല ആളുകളോടും പറയുന്നത്. മൗത്ത് പബ്ലിസിറ്റി അവിടെ നടക്കും. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്, അയാൾ സ്വന്തം ഫാമിലിക്ക് റെഫർ ചെയ്യും, റിലേറ്റീവ്സിനെ റെഫർ ചെയ്യും, അങ്ങനെ പിന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യും, അങ്ങനെ ആരോടൊക്കെ റെഫർ ചെയ്യാൻ പറ്റും അവർക്കൊക്കെ റെഫർ ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് വളരെ ഇംപ്രൂവ്ഡ് ആണ്. അതാണ് ഇത് ഫുൾ പറയുന്നത്. അത് തന്നെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടി സർവേസ് കണ്ടക്ട് ചെയ്യാം. Satisfied patients are more probable to recommend your practice to others and they are also less probable to file complaints. അപ്പൊ അങ്ങനെയുള്ളവര് കംപ്ലൈൻസ് പറയാൻ ചാൻസ് കുറവാണ്. പക്ഷെ അവര് റെക്കമെൻഡ് ചെയ്യും വേറെ പലരോടും ഈ ഹോസ്പിറ്റലിനെ പറ്റിയും ഡോക്ടറെ പറ്റിയും. ചിലപ്പോൾ ഡോക്ടറെ ആയിരിക്കാം റെക്കമെൻഡ് ചെയ്യുന്നത്, ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കാം. അവിടുത്തെ കെയറും അവിടുത്തെ ഫങ്ഷൻസും ഫെസിലിറ്റീസും എല്ലാം പറയും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് ഒരു ഹോസ്പിറ്റലിന്റെ
വിജയത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടാണ് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ പ്ലാനിങ്ങിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൂൾ ആയിട്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ ആദ്യമായി വരുമ്പോൾ തുടങ്ങി ഏതെല്ലാം സ്റ്റാഫുമായിട്ട് ഇന്ററാക്ട് ചെയ്യും അതുമായിട്ട് എല്ലാം റിലേറ്റഡ് ആയിരിക്കും. ലൈക്ക് ഫിസിഷ്യൻസ്, നഴ്സസ്, ഹൗസ് കീപ്പിംഗ്, സാറ്റിസ്ഫാക്ഷനെ ബാധിക്കും. അപ്പൊ ആ രീതിയിൽ ഒരു ഡിസ്കംഫർട്ട് ഒന്നും ഇല്ലാതെ പേഷ്യന്റിന് അവിടെ. ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡൗട്ട്സ് ഉണ്ടോ? കാരണം ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു കഥ പോലെ വായിക്കട്ടെ. ലൈക്ക് എന്താണോ കറക്റ്റ് ഫീഡ്ബാക്ക് പേഷ്യന്റിനെ കിട്ടുവാണെങ്കിൽ, കാരണം എപ്പോഴും അവർക്ക് ഇമ്പോർട്ടൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരിക്കും. പണ്ടത്തെ പോലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് അറിയാം. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൂടിയിട്ട് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. വല്ലാത്ത ലോഷന്റെ ഒരു ആയിട്ട് സ്മെല്ലും അങ്ങനത്തെ ഒന്നും ഇല്ല. ഏതാ നെറ്റ് ഇഷ്യൂ ആണോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ആദ്യം ഒന്ന് ഡിസ്കണക്ട് ആയി. എപ്പോഴും പ്രശ്നമാണോ? ഇടയ്ക്കിടയ്ക്ക് ഇതായി പോകുന്നുണ്ട്. ഇപ്പൊ ഫുൾ ഏതൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും എങ്ങനെയായിരിക്കും? പേഷ്യന്റ് സെന്റേർഡ് ആയിരിക്കും. പേഷ്യന്റ് ആണ് അവിടെ ഇമ്പോർട്ടൻസ്. പേഷ്യന്റ് സെന്റേർഡ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കാം. മോസ്റ്റ് ഓഫ് ദ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പേഷ്യന്റ് തരാം. ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനുകളിൽ ഏറ്റവും വേണ്ടുന്നതാണ് പേഷ്യന്റ്. മിസ് എവിടെയാ പറയുന്നത്? കട്ടായി പോകുന്നുണ്ട്. ആണോ? ഞാൻ വിളിച്ചോ? അൺസ്റ്റേബിൾ എനിക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? സെന്റർ patient centered.
പിന്നെ പേഷ്യൻസും ഫാമിലീസും മാത്രമല്ല സ്റ്റാഫിനും ഒരു പോസിറ്റീവ് ഫീൽ സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മിസ്സേ ഒന്നും ക്ലിയർ ആവണില്ല മിസ്സേ. ഒന്നും കേൾക്കുന്നില്ലപ്പാ. കേൾക്കുന്നില്ല. കട്ടായി പോകും അല്ലെ? ഇപ്പൊ കേൾക്കാമോ? ഞാൻ പറയാൻ ക്ലിയറാണോ? കേൾക്കാം, ഇപ്പൊ കേൾക്കാം. പറയുന്നോണ്ട് കേൾക്കാമോ? പക്ഷെ കട്ടായി പോണുണ്ടല്ലോ. മിസ് സ്റ്റക്കായിട്ടിരിക്കേ. ഓഫീസൊക്കെ ചേഞ്ച് ആ എന്തെങ്കിലും ചെറിയൊന്ന് കേൾക്കും, അപ്പാട് കട്ടാവും. അങ്ങനെ തന്നെയുള്ള മിസ് ഇങ്ങനെ സ്റ്റക്കായി നിക്കുക. ഞാൻ സ്റ്റക്കാണോ? മാറിയിട്ടില്ല. ഇപ്പൊ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മാക്സിമം ആയിട്ടുണ്ട്. റേഞ്ച് ഇപ്പൊ മാക്സിമം അല്ല കാണിച്ചേക്കുന്നത്. ഇടയ്ക്ക് അത് ലോ ആകുമ്പോഴാണ് പ്രോബ്ലം. എന്തായാലും നമുക്ക് വേഗം തീർക്കാനായിട്ട് തോന്നും. ഇതാണ് 5 റീസൺസ് എന്തുകൊണ്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുക്കുന്നത്. പല ലെവലിലും പേഷ്യന്റ് കെയർ സർവീസസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ് അത് മെഷർ ചെയ്യാനായിട്ട് വരും. പിന്നെ ചില പേഷ്യൻസ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റബിൾ, ആംഗ്രി. അപ്പൊ അത് അതിനെപ്പറ്റി ആ ഒരു ലെവലിലുള്ള ആൾക്കാരെ അറിയാനായിട്ട് പറ്റും. അപ്പൊ അതിനനുസരിച്ച് അവരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പേഷ്യന്റെ കെയർ എക്സ്പീരിയൻസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാനും പേഷ്യന്റെ റിട്ടൻഷൻ റേറ്റ്, അതായത് ഹോൾഡ് ചെയ്യാനായിട്ട് അവര് ഇവിടെ തന്നെ വീണ്ടും ഓരോ ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു പോവാണ്. ഇത് നെറ്റ്വർക്ക് ഇഷ്യൂ വരുവാണെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഓരോന്നായിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് വായിച്ചാൽ അത് മനസ്സിലാവും. ഞാൻ ഓരോന്ന് പറഞ്ഞു പോകുന്നുണ്ടോ. താഴെ ഒരു ഇംപ്ലിമെന്റേഷൻ ഓഫ് പെർഫോമൻസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അല്ലെ? നമ്മൾ അടുത്ത ആളെ അന്വേഷിച്ചു. അപ്പൊ അതുകൊണ്ട് ടൈംലി ഡയഗ്നോസിസ് അത് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ക്വാളിറ്റി കെയറും പ്രൊവൈഡ് ചെയ്യും. അൺകണ്ടീഷണൽ ലവ് വൺസ് സപ്പോർട്ട് ചെയ്യും. ആവശ്യമില്ലാത്ത വിസിറ്റ്സ് ഒഴിവാക്കുക. പ്രായമായവർക്കാണെങ്കിൽ വിസിറ്റ്സ് ഒഴിവാക്കി പകരം ആരെങ്കിലും വന്ന് കാര്യം പറയും. അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇപ്പൊ മാറ്റാം കാര്യങ്ങളെ. ഇത് സ്ട്രാറ്റജീസ് 5 സ്ട്രാറ്റജീസ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത് അതെങ്ങനെ ഹോസ്പിറ്റലിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ചോദിക്കാം,
ക്വസ്റ്റ്യൻ ഇസ് ഇറ്റ് നെസസറി ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ് അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസിൽ ചോദിക്കാം, അങ്ങനെ ചോദിക്കും, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ തരാം. ബെസ്റ്റ് പെർഫോമൻസിന് റിവാർഡ് കൊടുക്കുന്നത് ശരിയാണോ? റിവാർഡ് ചെയ്യണം. നോൺ അത് വർക്ക് എൻവയോൺമെന്റ് അറ്റ്മോസ്ഫിയർ നല്ലതായി, അവരെ റെസ്പെക്ട് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് എപ്പോഴും കൊടുക്കണം. പിന്നെ എംപത്തറ്റിക് സെന്റൻസും കാര്യങ്ങൾ കുറെ കൊടുക്കും. ആൻഗ്രി ആൻഡ് ഇറിറ്റേറ്റഡ് പേഷ്യൻസ് ആണെങ്കിൽ അവരെ മനസ്സിലാക്കി അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അത് ഹാൻഡിൽ ചെയ്യാം. ആൻഗ്രി പേഷ്യൻസിനെ എനിക്ക് ചെയ്ത സ്റ്റെപ്സ് ആണ് ഇതെല്ലാം ആരും എന്തായിരുന്നു എനിക്ക് മനസ്സിലായില്ല. ഒന്നും ക്ലിയർ ആവുന്നില്ല, എല്ലാം കട്ടായിട്ട് റേഞ്ച് ഫുള്ളാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആരും പ്രതികരിക്കാറില്ല എന്ന് പറയല. ശരണ്യ മെസ്സേജ് അതെ 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 സുടുപണി. ഒരു കാര്യം ചെയ്യാം, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു ആംഗ്രി ആയിട്ടൊരു പേഷ്യന്റ് വരുന്നു, എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് നിങ്ങൾ അത് പറയാമോ? ഒരു ഇന്ററാക്റ്റീവ് സെഷൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയുന്നത് കേട്ടില്ല. കേട്ടില്ല. അതായത് ദേഷ്യപ്പെട്ട് വരുന്ന ഒരു പേഷ്യന്റ്, നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു, നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാഫ് അവരെ കാമാൻഡ് കൂളാക്കി മാനേജ് ചെയ്യണം. അതാണോ പേഷ്യന്റിന് പറയാനുള്ള എന്താന്ന് വെച്ചാല് അത് നമ്മള് ക്ഷമയോടെ കേട്ടിരിക്കുക, അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അവരുടെ ദേഷ്യം കുറഞ്ഞതിന് ശേഷം കൂടെ നമ്മളൊന്ന് ചെയ്യും അല്ലെ, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ അത് ശരിയല്ലേ? ചിന്തിക്കോ? അതൊക്കെയാണ് എംപതി ആയിരിക്കണം എന്ന് പറയുന്നത്. അവരുടെ പ്രോബ്ലത്തിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കണം. പിന്നെ തിരിച്ചു പറയണത് ശരിയാണോ? അങ്ങനെ ദേഷ്യപ്പെട്ടൊരു മനുഷ്യൻ നിൽക്കുന്നു, നമ്മളും അതേപോലെ ആ ഒരു ടോണിൽ തന്നെ അയാൾ സംസാരിക്കണത് ശരിയാണോ? അല്ല അല്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ. നമ്മളും അങ്ങനെ ഡിഫെൻസീവായിട്ട് റെസ്പോണ്ട് ചെയ്യരുത് അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡിഫെൻസീവ് അല്ലാതെ സമാധാനമായി കേട്ടിരുന്ന് കുറച്ച് കഴിയുമ്പോൾ പേഷ്യന്റ് ഒന്ന് കാമാവും. അതാണ് നിങ്ങൾ പറഞ്ഞത്, അതേ മെത്തേഡ് അയാളെ ഒന്ന് കാമാക്കുക. കാമാക്കാൻ നമ്മളെടുത്ത സ്ട്രാറ്റജി അതാണ്. നമ്മൾ മിണ്ടാതെ കേട്ടു, അയാളുടെ സ്ഥാനത്തിരുന്ന് ചിന്തിച്ചു, അയാൾക്ക് ടൈം കൊടുത്തു. അതിപ്പോ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ദേഷ്യം വന്ന ഒരാള് പെട്ടെന്ന് തണുക്കണമെന്നില്ല, അതൊക്കെ ആ ഒരു രീതി ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് അയാളുടെ അപ്പോളജൈസ് ചെയ്യുന്നു. ചിലപ്പോൾ മേ ബി അയാളുടെ ഭാഗത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കാം, നമ്മൾ പറയുന്നത് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. അപ്പോളജൈസ് ചെയ്ത് അയാൾക്ക് ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അയാൾ ഓക്കെ ആവും. അതാണ് പറയുന്നത്. ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് അയാൾക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ നാളെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് പറയുന്നത്. പിന്നെ ഒരു ഡോക്ടറുടെ ടൈം, വേറൊരു ഡോക്ടറുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ആയിരിക്കാം, ചിലപ്പോൾ ആഫ്റ്റർനൂൺ വരുന്നവരുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സ് എപ്പോഴും ഒരു ഷോർട്ട് ടൈം ആയിരിക്കും അവിടെ വരുന്നത്, ഒരു വിസിറ്റ് പോലെ ആയിരിക്കാം വരുന്നത്. കൂടുതൽ സമയം
പ്രോബ്ലം അഡ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനനുസരിച്ച് കുറച്ച് സമയം അവരുടെ കാര്യങ്ങൾ കേൾക്കുന്ന രീതിയിൽ മാറ്റണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ നമുക്ക് എല്ലാം സിസ്റ്റത്തിലേക്ക് മാറ്റിയതുകൊണ്ട് സമയം കിട്ടും എന്നാണ് പറയുന്നത്. പേഷ്യന്റിനെ ശ്രദ്ധിക്കാൻ കുറച്ചുകൂടെ സമയം കിട്ടും. പേഷ്യന്റുമായിട്ട് കൂടുതൽ എൻഗേജ് ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാം ഒരു ഇന്ററാക്ഷൻ ശേഷം. പിരമിഡ് ഉണ്ട് ഇവിടെ. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് രണ്ട് രീതിയിൽ അറിഞ്ഞിരിക്കുവാണ്. പിരമിഡിന്റെ താഴത്തെ പോർഷനിലും പേഷ്യന്റ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, മുകളിലത്തെ പോർഷനിലും പേഷ്യന്റ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പേഷ്യന്റ് വരുന്ന സമയത്ത് നമുക്കിവിടെ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോ ചെറിയൊരു അസുഖമായിട്ട് വരുന്ന പേഷ്യന്റ് മേ ബി 1 or 2 വിസിറ്റ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ പേഷ്യന്റ് ജേർണി കുറവായിരിക്കും. പേഷ്യന്റിനെ അവിടുത്തെ സ്റ്റാഫ് എൻഗേജ് ചെയ്യുന്ന ടൈം അവിടെ കുറവായിരിക്കാം. സോ പേഷ്യന്റ് എക്സ്പീരിയൻസ് വലിയ പ്രോബ്ലം ഇല്ലാതെ. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മന്ത്ലിയും റിവ്യൂ ചെക്കപ്പ് അങ്ങനെ വരുന്ന പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ജേർണി കൂടുതലായിരിക്കാം. ഒരു മോർ കാര്യങ്ങളായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പേഷ്യൻസ് അവരോട് ചിലപ്പോൾ നല്ല സാറ്റിസ്ഫൈഡ്. അങ്ങനെ ചെറിയ ടൈം സ്പാനിൽ വരുന്നവരാണെങ്കിൽ അവർ ഓക്കെ ആയിരിക്കും വിത്ത് സപ്പോർട്ട്. കിട്ടുന്ന സർവീസസ് ഓക്കെ ആയിരിക്കും. പേഷ്യന്റ് സെന്റേർഡ് സർവീസസ് ആയിരിക്കും എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഒരു ബാഡ് എക്സ്പീരിയൻസ് വരുന്നെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് വരികയാണ്. എല്ലാ കാര്യത്തിലും മെഡിസിൻ ആൻഡ് ഫാർമസി പ്രശ്നത്തിന്റെ ബുദ്ധിമുട്ട് അങ്ങനെ ഓരോ കേസസും ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പേഷ്യന്റിന് അവിടെ ആ പേഷ്യന്റ് ജേർണി പറയുന്നത് വളരെ ടഫായിരുന്നു. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എടുത്തും എല്ലാ സിസ്റ്റം എല്ലാ ഇൻഫർമേഷനും സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അതിൽ ആകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ തന്നെ മുകളിലേക്ക് പോവാതെ ആ രീതിയിലുള്ള സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് ലോങ് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവർക്ക് റെഫറൻസ് ആ ഒരു ഹോസ്പിറ്റലും അവിടുത്തെ ഡോക്ടർ കാണാറില്ല. ചില ഡോക്ടേഴ്സ് റിസൈൻ ചെയ്തൊക്കെ പോകുമ്പോൾ ആ ഡോക്ടറെ അന്വേഷിച്ച് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നെക്സ്റ്റ് അവരോട് അപ്പോയിന്റ് ചെയ്യുന്ന ഡോക്ടർ കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലിന്റെ സൗകര്യത്തെ വെച്ച് നോക്കുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും ആ ഡോക്ടറെ ഒന്ന്. ഫസ്റ്റ് ഇവിടെ തന്നെ ഇൻട്രസ്റ്റിൽ തന്നെ അവർ നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ അവർ ഹോസ്പിറ്റലിൽ വിട്ടുപോകും. പേഷ്യന്റ് റിട്ടൻഷൻ സ്ട്രാറ്റജി അത് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സിസ്റ്റിംഗ് പേഷ്യൻസിനെ റിട്ടേൺ ചെയ്യുക. ലോസ് നഷ്ടപ്പെട്ട പേഷ്യൻസിനെ അത് അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങും, അവരോട് ചോദിക്കാം എന്തൊക്കെയാ പ്രോബ്ലം എന്ന്. പിന്നെ ഹോസ്പിറ്റലിന് അവർക്കൊരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് പ്രൂഫ് പോലെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. ഒരു ബെറ്റർ സർവീസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അതിപ്പോ നമ്മളിപ്പോ എല്ലാ ഹോസ്പിറ്റലും ചെയ്യുന്നില്ല, ചില ഹോസ്പിറ്റലുകളിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നമ്മൾ ഷോപ്പിംഗ് നടത്തി. ചില സമയത്ത് നമുക്ക് കോള് വരില്ലേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, ഇനിയും വരണം, അല്ലെങ്കിൽ അവരുടെ വാട്സ്ആപ്പ് മെസ്സേജ് വല്ലതും വരും, പുതിയ എന്തെങ്കിലും ഓഫർ ഒക്കെ വരുവാണെങ്കിൽ. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ കേസ്. അങ്ങനെ കസ്റ്റമേഴ്സിനെ തിരിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് നമ്മളിപ്പോ ഓൺലൈനിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ തുടരെ അവരുടെ പിന്നീടുള്ള മെസ്സേജുകളായിരിക്കും, അവരുടെ പിന്നീടുള്ള ഓഫർ. അങ്ങനെ ആ ഒരു കസ്റ്റമറെ കിട്ടിയ ആ കസ്റ്റമറെ റിട്ടേൺ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് അത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ട്രീറ്റ്മെന്റ് പ്ലാൻസ് നല്ല രീതിയിൽ, വെയിറ്റിംഗ് ടൈം ലെസ് ആണെങ്കിൽ ഇതെല്ലാം നല്ല എൻവയോൺമെന്റ് കൾച്ചറും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി സർവേക്ക് വേണ്ടിയിട്ട് പല മെത്തേഡ്സും ഓപ്റ്റ് ചെയ്യാം. സർവേക്കായിട്ട് പല മെത്തേഡ്സ് ഓപ്റ്റ് ചെയ്യാം. അതായത് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ കുറേ ക്വസ്റ്റ്യനെയർ ആയി. നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഗൂഗിൾ ഫോം വഴി സബ്മിറ്റ് ചെയ്യില്ലേ, അതുപോലെ ചിലപ്പോൾ ഒരു ഗൂഗിൾ ഫോമിന്റെ ഒരു ലിങ്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിൽ തന്നെ പോയിട്ട് നമുക്ക് സർവേ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ചില മെഷർമെന്റ്സ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാവുന്ന ചില മെഷർമെന്റ്സ് ആണ്. ക്വാളിറ്റി മെഡിക്കൽ കേൾക്കാലോ അല്ലെ? ആരും വേണ്ടതില്ലല്ലോ. സർവേയുടെ കുറെ ക്വസ്റ്റ്യൻസ് ഓരോന്നും പേഷ്യന്റ് കൊടുത്ത് നമ്മള് സ്റ്റാർ റേറ്റിംഗ് ഇല്ലേ, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മള് നല്ല ഇഷ്ടമായെങ്കിൽ 5 സ്റ്റാർ കൊടുക്കും,
ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പൊ ഡെലിവറിയിൽ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ഇപ്പൊ 4 സ്റ്റാർ ആയി കൊടുക്കുള്ളൂ, ഡെലിവറി ഇഷ്യൂ കാരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് ഇതിനായി സർവേയുടെ മാർക്കോ അങ്ങനെയെല്ലാം കൊടുക്കും. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പേഷ്യന്റ് മാത്രമല്ല ഹോസ്പിറ്റലിന് പറയുന്ന എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. പേഷ്യന്റ് മാത്രമല്ല ഹോസ്പിറ്റലിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യന്റ് ലോയാലിറ്റി, ഹോസ്പിറ്റലിൽ ആ സത്യസന്ധത, ലോയൽ ആയിരിക്കും കുറെ കൂടെ. അതുപോലെ തന്നെ ആ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് എപ്പോഴും ഹോസ്പിറ്റലിനോട് ലോയൽ ആയിരിക്കും, അവിടെ തന്നെ ഹോൾഡ് ചെയ്യും, അവരുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവർക്കും റെഫർ ചെയ്യും. ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. മോർ പേഷ്യൻസ് വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ റവന്യൂ കൂടുന്നു. സ്റ്റാഫും വളരെ ഹാപ്പി ആയിരിക്കും, അവരുടെ പുറകിൽ ഇംപ്രൂവ് ചെയ്യും, അവരുടെ വെൽബീയിങ് അവരെ നല്ല രീതിയിൽ പെരുമാറും. പിന്നെ സ്റ്റാഫിന് വേണ്ടുന്ന രീതിയിലുള്ള ടൈംലി ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് അവർക്ക് പേഷ്യന്റിനെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റും, പേഷ്യന്റ് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ. റെപ്യൂട്ടേഷൻ, ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ കൂടുന്നു അല്ലെ, നല്ലൊരു പേര് വരും ഹോസ്പിറ്റലിന്. പേഷ്യൻസിന് നല്ല അവരുടെ ട്രീറ്റ്മെന്റിൽ ഒരു ബെറ്റർ ഔട്ട്കംസ് വരും, ക്ലിനിക്കൽ ഔട്ട്കംസ് ആയിരിക്കും പേഷ്യൻസിന് വരുന്നത്. ഇപ്പം പ്രായമായൊരു ലേഡി ഭയങ്കര ടയേർഡായി, അവര് പ്രായാധിക്യം കൊണ്ടുള്ള അസുഖം, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നല്ല രീതിയിൽ ആയിരുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡോക്ടർ റെഫർ ചെയ്തിട്ട് ഒരു യോഗ പഠിപ്പിക്കുന്ന ഒരു ലേഡി അവരുടെ വീട്ടിൽ വന്നു, അവരെ യോഗ പഠിപ്പിച്ചു. ആ ഡോക്ടർക്ക് പേഷ്യന്റുമായിട്ടൊരു നല്ലൊരു ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടൊരു യോഗ ടീച്ചറെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന് യോഗ ചെയ്യിച്ചപ്പോഴേക്കും പേഷ്യന്റിന്റെ പല പ്രോബ്ലംസും കുറയും. ലൈക്ക് ഈ ലാബ് ടെസ്റ്റ് നോക്കിയപ്പോ എല്ലാം നോർമലിലേക്ക് പോയി. 80 വയസ്സിനടുത്തൊരു പേഷ്യന്റ് ആയിരുന്നു, പക്ഷെ ടെസ്റ്റ് റിസൾട്ട് നോക്കിയപ്പോ അങ്ങനെ അവർക്ക് ആ ഡോക്ടറോട് ഒരു കമ്മിറ്റ്മെന്റ്, ഡോക്ടർ അവർക്ക് വേണ്ടിയിട്ട് പേഴ്സണലി ചെയ്തു കൊടുത്തൊരു കാര്യമല്ലേ. അങ്ങനെ ആ രീതിയിലൊക്കെ ഡോക്ടേഴ്സ് പല സജഷൻസ് കൊടുക്കാറുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? 8 വേസ് പറയുന്നുണ്ട്. പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ടൈംലി ഉള്ള ഫോളോ, പേഷ്യന്റുമായിട്ടൊന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും പറയുക, ട്രാൻസ്പെറൻസി, ഷോർട്ട് വെയിറ്റിംഗ് ടൈം. അത് ഓൺലൈൻ നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കും. ഡോക്ടർ 10 മണിക്ക് വരുന്നതാണ്, 10 മണിക്ക് തന്നെ ഡോക്ടർ വന്നാൽ തന്നെയും പല പേഷ്യൻസും ആ വെയിറ്റിംഗ് ടൈം വളരെ കുറവായിരിക്കും. പിന്നെ ട്രീറ്റ്മെന്റ് പ്ലാനോ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പേഷ്യൻസിന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് ചോദിക്കാം, എന്തെങ്കിലും എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കാം. ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ടെക്നോളജി തന്നെ ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും എല്ലാം കൊടുക്കുക. റാപ്പോ ഡെവലപ്പ് ചെയ്യണം പേഷ്യന്റുമായിട്ട്. പേഷ്യന്റുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മേക്ക് ഇറ്റ് പേഴ്സണൽ. അത് കൂടുതൽ ആരോടും കഥ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പേഷ്യന്റിന് എപ്പോഴും അത് ആ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുക കേട്ടോ. പേഷ്യന്റ് എപ്പോഴും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. പേഷ്യന്റിന് അയാളുടെ അസുഖത്തെ കുറിച്ചും അസുഖത്തിൽ എടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചും എല്ലാം അറിയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഫങ്ഷൻ പറഞ്ഞല്ലോ, പേഷ്യന്റ് ഡോക്ടർ ടൈമിൽ വരുവാണെങ്കിൽ പലപ്പോഴും ഷോർട്ട് ടൈം പ്ലാനിൽ തന്നെ കാണാം. പിന്നെ ഹോസ്പിറ്റലിൽ ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാം. എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യാം. പേഷ്യന്റ് പോർട്ടലിലും അവരുടെ വെബ്സൈറ്റിലും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ പേഷ്യൻസ് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും, അവരുടെ എക്സ്പെക്ടേഷൻസ് ആണ് എന്തെല്ലാമാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ ചില സജഷൻസ് ഒക്കെ കൊടുക്കണം. അപ്പൊ അതൊക്കെ നോക്കാം, അതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. വെയിറ്റിംഗ് ടൈം ഡിജിറ്റലായിരിക്കാം, എല്ലാം സിസ്റ്റത്തിൽ തന്നെ എല്ലാം ആ ഒരു രീതിയിലാണെങ്കിൽ നന്നായിരിക്കും. വെയിറ്റിംഗ് ടൈം ഡിക്രീസ് ചെയ്യാം. പലപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത്, പലപ്പോഴും പേഷ്യന്റ് വെയിറ്റിംഗ് കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആ വെയിറ്റിംഗ് ടൈം ഡിക്രീസ് ചെയ്യാം. പേഷ്യന്റ് ഫോക്കസ്, പേഷ്യന്റ് സെന്റേർഡ് ആയിരിക്കണം എപ്പോഴും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ
ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ ഓരോ ടെക്നോളജിയും പുതിയ പുതിയ ട്രീറ്റ്മെന്റ് രീതികളും അതെല്ലാം അവർ അപ്ഡേറ്റ് ചെയ്യും. ലൈഫ് ലോങ് ഒരു ലേണിംഗ് ആണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അത് എൻകറേജ് ചെയ്യും. അപ്പൊ അവരുടെ നോളജ് കൂടും. പേഷ്യന്റ് ഒരു പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ അവർക്ക് പല ലെവലിൽ നിന്നും പല ആംഗിളിൽ നിന്നും ഒക്കെ അത് മനസ്സിലാക്കി അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് കഴിയും. അപ്പൊ അവരുടെ ലൈഫ് ലോങ് ലേണിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഷ്യന്റുമായിട്ടുള്ളതും ഹോസ്പിറ്റലുമായിട്ടുള്ള അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് നമ്മള് ഒരുപാട് ഭാഗങ്ങൾ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒന്ന് പറയണോ? നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തത് കേൾക്കാമോ? ഇടയ്ക്ക് റേഞ്ച് പോകുന്നത് കേൾക്കാമോ? നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സമയമുണ്ടോ? HASൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. Does system keep data in a secure place? ക്വസ്റ്റ്യൻ കേട്ടോ? Does system keep place? ആരൊന്നും പറയണ കേൾക്കുന്നില്ലേ? വിട്ടുപോയായിരുന്നു, പറയാമോ? Does system keep data in a secure place? HIS. അറിയായിരിക്കല്ലോ എന്ന് വെച്ചാണ് ഓപ്ഷൻ അറിയാതിരുന്നത്. ഓക്കെ. പേഷ്യന്റ് ഹെൽത്ത് കെയർ റെക്കോർഡ്സ് ഓൾസോ നോൺ ആസ്, ഓപ്ഷൻ പറയാം, EMR, EHR, both A and B, only B. Both A and B. The sub-units of HIS. HISന്റെ sub-units, components ഇല്ലേ, അത് ഏതാണെന്ന് ചോദിച്ചിരിക്കണേ. LIS, RIS, PACS, all of them. All of the above. All of the above. HIS is also known as, തന്നിരിക്കുന്ന ഓപ്ഷൻ വായിക്കാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഡെക്സ് സിസ്റ്റം, ഹോസ്പിറ്റൽ ഇമ്മ്യൂണോ സിസ്റ്റം, നൺ ഓഫ് ദിസ്. Hospital management system. Okay, very good. Patient can create an easy and dash-free by digitizing the appointment. Cost-free, time-free, error-free, none of these. Error-free. Yes. In patient management system, the data or data which is stored and collected is or are. Patient management system എന്തൊക്കെയാണ് കളക്ട് ചെയ്യുന്ന ഡേറ്റാസ്? മെഡിക്കൽ ഹിസ്റ്ററി, ട്രീറ്റ്മെന്റ് പ്ലാൻ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, all of the above. All of the above. എല്ലാം വരും. Okay. Dash management have IPD, inpatient data, and OPD, outpatient details. ഏത് മാനേജ്മെന്റ് സിസ്റ്റത്തിലാണ് IPDയും അതുപോലെ തന്നെ OPD ഡീറ്റെയിൽസ് വരുന്നത്? സ്റ്റാഫ്, സപ്ലൈ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഡാഷ് മാനേജ്മെന്റ് ഹാവ് IPD ആൻഡ് OPD ഡീറ്റെയിൽസ്. IPDയും OPD ഡീറ്റെയിൽസും വരുന്നത് ഏത് മാനേജ്മെന്റ് സിസ്റ്റത്തിലാണെന്ന്? സ്റ്റാഫ് മാനേജ്മെന്റ് സിസ്റ്റം, സപ്ലൈ മാനേജ്മെന്റ് സിസ്റ്റം, ഫെസിലിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, patient management system. Patient management system. Yes. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. സ്റ്റാഫ് മാനേജ്മെന്റിൽ എന്തെല്ലാം വരുന്നതാണ്? നെക്സ്റ്റ് ഇൻക്ലൂഡ്സ് പർച്ചേസ് ഡീറ്റെയിൽസ്, കൺസംഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, സ്റ്റാറ്റസ് ഓഫ് റൂംസ്. job description. സപ്ലൈ മാനേജ്മെന്റ് റെക്കോർഡ്. സപ്ലൈ മാനേജ്മെന്റിൽ എന്തെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്നു? സപ്ലയർ ഡീറ്റെയിൽസ്, consumption, purchase details, all of the above. All of the above. For hospital data security, dash act is introduced. Or hospital data HIPAA. HIPAA. Question എന്തായിരുന്നു? HIPAA അല്ലേ? HIPAA മനസ്സിലായോ?
feature of HIS. HIS ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫീച്ചർ. മെഡിക്കൽ റെക്കോർഡ്സ്, ഡോക്ടർ അപ്പോയിന്റ്മെന്റ്, പേഷ്യന്റ് പോർട്ടൽ, പ്രൊസീജിയർ. പേഷ്യന്റ് പോർട്ടൽ. ചെയ്യാൻ നമുക്ക് എന്താ ആവശ്യം? റെക്കോർഡ്സ്, file holders, smart equipment. സ്മാർട്ട് എക്യുപ്മെന്റ്. None of these. Smart equipment. Yes. RPM എന്ന് പറയുന്നത് എന്താ? RPMന്റെ ഫുൾ ഫോം റിമോട്ട് പേഷ്യന്റ് റിമോട്ട് മോണിറ്ററിംഗ്. പേഷ്യന്റ് മോണിറ്ററിംഗ്. EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അതിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന്? മെഡിക്കൽ ഹിസ്റ്ററി, ലാബ് ടെസ്റ്റ് റിസൾട്ട്, വൈറ്റൽ സയൻസ്, ഓൾ ഓഫ് ദി എബോവ്. All of the above. EHRൽ വരുന്നതാണ് മെഡിക്കൽ ഹിസ്റ്ററി, ലാബ് ടെസ്റ്റ് റിസൾട്ട്, വൈറ്റൽ സയൻസ് എല്ലാം അതിലുണ്ട്. Okay, dash in HIS accelerates the complete prescription process. ഒരു പ്രിസ്ക്രിപ്ഷന്റെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് അത് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. HISലെ പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് e-prescribing. Yes, correct. Dash medical records may be poorly readable. Poorly readable ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഏതാണെന്നാണ്? EHR, EMR, ഹാൻഡ് റിട്ടൺ, all of this. Handwritten. Yes, correct. Compared to handwritten medical records, EHR has dash features. Feature or features? Lesser complication, lower cost, lower mortality rate, all of this. All of this. Yes. The function or functions of RIS. RIS in the function as patient scheduling, reporting, results distribution, all of the above. All of the above. LIS is also known as LIMS, LMS, both A and B, B only. A and B. Both A and B. RIS complements HIS and dash. LIS. Yes. Yes. Yes, yes. Yes, yes. Next, CPOE is a process that treatment instructions and medications are sending electronically. Electronically ആണ് സെൻഡ് ചെയ്യുന്നത് CPOE. ഇൻസ്റ്റെഡ് ഓഫ് പണ്ടത്തെ ഞാൻ അത് ഇപ്പൊ പറഞ്ഞില്ല, അന്ന് ക്ലാസ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. ഇതൊരു സിസ്റ്റത്തിൽ ചെയ്യുന്ന കാര്യമാണ് CPOE എന്ന് പറയുന്നത്. Written instead of written. ടെലിഫോൺ, ഇൻവെന്ററി, CPOE, CDSS, ടെലിമെഡിസിൻ. Telemedicine. Question എന്തായിരുന്നു? Dash is used for remote diagnosis and treatment. അകലെ ഇരിക്കുന്ന ഒരാളെ ഓൺലൈൻ telemedicine. The main duty or duties of HIM, Health Information Manager: organize patient health information, oversee patient health information, protect patient health information. All of this. All of this. For completing complicated treatments, surgeons depend on complicated treatment. വരുമ്പോൾ സർജൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അൾട്രാസോണോഗ്രാഫി, സ്കാൻ, കമ്പ്യൂട്ടർ, ഇതിലേതാ? Computer. CDSS, Clinical Decision Support System, is an app. ഒരു ആപ്ലിക്കേഷൻ ആണ്.
that analyzes data to help. ആരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ആപ്പാണ് CDSS? പബ്ലിക്, പേഷ്യൻസ്, ബിസിനസ് പേഴ്സൺ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. Healthcare Next, last chapter, dash is a vital metric to scale overall healthcare quality. Patient appointment, patient scheduling, patient consultation, patient satisfaction. patient satisfaction. ഒരു മെഷർ ആണ്, ഒരു ടൂൾ ആണ് അല്ലെ. The measurement of patient satisfaction is an important tool for dash research, administration, planning, all of these. All of this. The patient satisfaction can be creatively increased by improving the facility environment and dash workflow, patient experience, culture, none of this. Question clear ആയില്ല? The Working flow. patient satisfaction can be creatively increased. നമുക്ക് increase ചെയ്യാം by improving the facility environment and sentence correct ഉണ്ടായിരുന്നു. Facility environment. Environment and dash എവിടെ തിരിക്കണ്ടേ? Culture. കൾച്ചർ. ഹോസ്പിറ്റലിലെ കൾച്ചർ ഒട്ടും ശരിയല്ലാന്നൊക്കെ ചില പേഷ്യൻസ് പറയില്ലേ. Dash reveals a medical practitioner's respect for a patient's busy scheduling. ഒരു പേഷ്യന്റിന് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ ആ ബിസി ഷെഡ്യൂളിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഡോക്ടറുടെ ഏത് പെരുമാറ്റാണ് അത് റിവീൽ ചെയ്യുന്നത്? എക്സ്പീരിയൻസ്, കമ്മ്യൂണിക്കേഷൻ, ക്ലീൻലിനെസ്, പങ്ക്ച്വാലിറ്റി. 10 മണി തുടങ്ങി 12 മണി വരെ ഉണ്ട്. നമ്മൾക്ക് തിരക്കാണ്, ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുക. നമുക്ക് കിട്ടിയ ടൈം സ്ലോട്ട് 10:30 എന്നായിരിക്കാം. ഡോക്ടറെ 11 മണി കഴിഞ്ഞ് വന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ പേഷ്യന്റും ഒരു റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്, അയാളുടെ ടൈമിനും വാല്യൂ ഉണ്ട് എന്നുള്ള രീതിയിൽ ഡോക്ടർ ഫങ്ഷൻ ആയിട്ട് വരുന്നതാണ് ഡോക്ടറുടെ റെസ്പെക്ട്, പേഷ്യൻസിന്റെ ബിസി ഷെഡ്യൂളായിട്ടുള്ള റെസ്പെക്ട് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 2 ചാപ്റ്ററിൽ 49, 50. പിന്നെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. There are dash types of disasters. 2 types of disaster, internal and external disaster. താഴെ കുറച്ച് ഡിസാസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. വിച്ച് വൺ ഈസ് ഇന്റേണൽ ഡിസാസ്റ്റർ? അതാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലോഷൻ, ടോർണാഡോ, മെഡിക്കൽ ഗ്യാസ് ലീക്ക്, ഫ്ലഡ്. Medical gas. In disaster paradigm, D stands for dash. Direct, demand, detection, down. Detection. Okay. There are dash phases of disaster. 3. An effective disaster drill has to be. മോക്ക് ഡ്രില്ല് കൊടുക്കില്ലേ ഇങ്ങനെ ഓരോ ഡിസാസ്റ്റർ വരുമ്പോ എങ്ങനെ ചെയ്യുന്ന? An effective disaster drill has to be realistic, interactive, moderately stressful, all of them. റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യണം, നമുക്ക് തമാശ പോലെ തോന്നരുത്. ഇന്ററാക്റ്റീവ് ആയിരിക്കണം, അതിൽ ആ ഡ്രില്ലിൽ ഏർപ്പെടുന്നവർ തമ്മിൽ ഇന്ററാക്റ്റീവ് ആയിരിക്കണം. മോഡറേറ്റ്ലി സ്ട്രെസ്ഫുൾ ആയിരിക്കണം, നമുക്ക് സ്ട്രെസ് വളരെ മിതമായിട്ട് മോഡറേറ്റ് മീഡിയം ആയിട്ട് തോന്നുന്നു. ഡ്യൂട്ടി ഓഫ് ലൈസൺ ഓഫീസറുടെ ഡ്യൂട്ടി എന്താണെന്നാണ് ചോദിച്ചേക്കണേ. പ്രൊവൈഡ് റെസ്ക്യൂ, കണക്ട് വിത്ത് അതർ ഏജൻസീസ്, പ്രൊവൈഡ് റിലീഫ്, ഓൾ ഓഫ് ദി എബോവ്. Ancillary staff, supporting staff of hospital ചോദിച്ചിരിക്കുകയാണ്. Nurse, physician, housekeeper, nursing superintendent. Housekeeper. Instruction of triage നമ്മൾ പറഞ്ഞു ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്ന എയ്ഡ്.
instruction of triage, sorting patients, tagging patients, appropriately tag patients, route patients to proper treatment area, all of the above. All of the above. All of the above. During emergencies, dash staffs are called. ഏത് സ്റ്റാഫിനെയാണ് വിളിക്കാറുള്ളത് എമർജൻസി സിറ്റുവേഷനിൽ? റിസർവ് സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, ആൻസിലറി സ്റ്റാഫ്, all of them. All of the above. In times of emergencies, to increase, most probably ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മാറി തിരിഞ്ഞ് ചിലപ്പോൾ ഓപ്ഷൻസ് മാറ്റിയിട്ടോ ക്വസ്റ്റ്യന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് മാറ്റിയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. In times of emergencies, to increase bed capacity, emergency ടൈമില് bed capacity increase ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? First one, optional cases can be discharged. Stable recovering patients can be discharged. Not admitting non-emergency patients. All of the above. All of the above. All of the above. Meditation room is assigned for dash medical emergencies, pregnant woman, minor injury, emotionally disturbed. Emotionally disturbed. Very disturbed. മെഡിറ്റേഷൻ റൂമാണ് ചില ഹോസ്പിറ്റലുകൾ കാണില്ലേ ചെറിയ ചാപ്പലോ അല്ലെങ്കിൽ പ്രേ ചെയ്യാനായിട്ടൊരു സ്പേസോ അങ്ങനെ എന്തെങ്കിലും. ഡാഷ് ഡിപ്പാർട്ട്മെന്റ് പാസസ് ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജസ്, ഇൻഫർമേഷനും മെസ്സേജസും പാസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് റിലേഷൻസ്, മെഡിക്കൽ. Public relations. സ്പ്രെയിൻ ഇൻക്ലൂഡ്സ്, കാലിലൊക്കെ ചെറിയ സ്പ്രെയിൻ വരില്ലേ, കാലിലോ കയ്യിലോ എവിടെയെന്ന് വെച്ചാൽ സ്പ്രെയിൻ ഇൻക്ലൂഡ്സ് ഇൻ കാറ്റഗറി ഡാഷ്, കാറ്റഗറി 1, കാറ്റഗറി 3, കാറ്റഗറി 2, കാറ്റഗറി 4. Category 3. Category 3. Seminar room is assigned for uninjured, discharged patients, relatives, all of the above. All of the above. All of the above. In patient tagging, green tag is used for, green color tag ഏതിനാണ്? Dying, walking wounded, critical, urgent. Walking wounded. In code red, in RACE പ്രോട്ടോകോൾ ഉണ്ടല്ലോ, RACE പ്രോട്ടോകോളില് ഏന്നുള്ള ലെറ്റർ എന്താണ് പറയുന്നത്? കോഡ് റെഡ് Alarm. അലാം. മിസ്സിംഗ് അഡൽട്സ് കം അണ്ടർ കോഡ്, ഏത് കോഡിലാ മിസ്സിംഗ് അഡൽട്സ്? Brown. റെസ്പിറേറ്ററി അറസ്റ്റ് കംസ് അണ്ടർ കോഡ് Code blue. Blue. Code blue. ഗ്യാസ് ലീക്ക് കംസ് അണ്ടർ കോഡ് Code orange. ഓക്കെ. അപ്പൊ ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞു. എല്ലാം ഒന്നുകൂടി നല്ലതുപോലെ വായിക്കുക. ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ആ ഓരോ പാരഗ്രാഫിൽ നിന്നൊക്കെ കിട്ടും. മാക്സിമം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ളതായിരിക്കും. അത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി അങ്ങനെ ചോദിക്കാം. ഓക്കെ. ഇനി എന്താണെന്നുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി അടുത്ത ടൈമില് ക്ലാസ് ഒന്നും അറിയില്ല. നമ്മൾ എന്തായാലും സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ബൈ. Thank you. Thank you. Thank you.